ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആരി ബ്ലൗസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അളവ് ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അളവ് ബ്ലൗസ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ടുള്ള അളവിലുള്ള ബ്ലൗസ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ ഓൾട്രേഷൻസ് വരുത്തുന്ന രീതിയിലുള്ള ബ്ലൗസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് മാർക്കിങ് ബുദ്ധിമുട്ടായിരിക്കും. ബിഗിനർ ലെവലിലുള്ളവരൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലുള്ള ബ്ലൗസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ യൂനക്കായിട്ടുള്ള ബ്ലൗസ് മേടിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഹാൻഡ് വർക്കെല്ലാം വരുന്ന ബ്ലൗസ് അല്ലെങ്കിൽ വേറെ ഒരു ഡിസൈനിലിരിക്കുന്ന ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്കത് മാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ യൂനക്ക് വരുന്ന ബ്ലൗസ് നമ്മൾ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഞാനിപ്പോൾ ഈ ബ്ലൗസ് പേപ്പറിൽ പാറ്റേൺ വരച്ചിട്ടാണ് മെറ്റീരിയലിലേക്ക് പാറ്റേൺ വരക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ഡബിൾ ഷീറ്റുള്ളത് എടുക്കണം. ഈ മടക്ക് വരുന്ന ഈ ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ബ്ലൗസ് ഇതിന് മേലെ വെക്കുകയാണ് ചെയ്യുന്നത്. താഴെ ഭാഗത്ത് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ സ്പേസ് വിട്ട് വേണം നമ്മൾ ബ്ലൗസ് വെച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഈ ലൈനിന് മേലെയായിട്ട് വേണം നമ്മൾ ബ്ലൗസ് വെക്കാൻ വേണ്ടിയിട്ട്. ബ്ലൗസ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രണ്ട് വശവും, ഈ അടിപ്പ് വന്നിരിക്കുന്ന രണ്ട് വശവും ഒരേപോലെ വെച്ചിട്ട് ബ്ലൗസ് വെച്ച് നോക്കണം. അതുപോലെ തന്നെ ഈ നെക്ക്, ഈ ഷോൾഡറിൻ്റെ പോർഷൻ നമ്മൾ ഒത്തിരി ഉള്ളിലേക്കും നമ്മൾ വലിക്കാനായിട്ട് പാടില്ല. കറക്റ്റായിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഈ ബ്ലൗസ് ആദ്യമേ നന്നായിട്ട് അയൺ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്കിത് വെച്ച് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് യു ഷേപ്പിൽ ഈ നെക്ക് ലൈൻ നിൽക്കുന്നത്. അത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലൗസിൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് വരുത്താതെ കറക്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലൗസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് മാർക്കിങ് കൊടുക്കണം. പിന്നെ ഇവിടെ ഷോൾഡർ ജോയിൻ്റ് ആകുന്ന ഒരു ഭാഗത്തൊരു മാർക്കിങ്, അതുപോലെ തന്നെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന ഈ ഭാഗത്തൊരു മാർക്കിങ്, പിന്നെ നമ്മൾ കൈക്കുഴി വരുന്നിടത്തൊരു മാർക്കിങ് കൊടുക്കണം. ഈ ഒരു ബ്ലൗസിൻ്റെ എൻഡിങ്ങും ഈ കൈക്കുഴി വരുന്ന ഭാഗവും തമ്മിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കൈക്കുഴിയും നമ്മൾ വരച്ചു കൊടുക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് ഈ അടിപ്പ് വന്നിരിക്കുന്ന ഈ ഭാഗത്ത് ഇതേപോലെ കൈ വെച്ച് കൊടുത്തിട്ട് ഈ സ്ലീവ്സ് ബാക്കിലേക്ക് ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ട് ഡോട്ടഡ് ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബ്ലൗസ് മാറ്റിയിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഡോട്ടഡ് ലൈൻസ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഭാഗം, ഈ ഒരു നെക്ക് ലൈൻ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മളിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാർക്കിംഗ് കൊടുത്ത വശത്തുനിന്ന് നെക്ക് ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ നെക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് യു ഷേപ്പിലുള്ള നെക്ക് വരച്ചെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ നെക്ക് വരച്ചു കൊടുക്കുകയാണ്. ഇതൊരു യു ഷേപ്പിലാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് വേണം നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. യു ഷേപ്പ് അല്ല, സ്ക്വയർ നെക്ക് അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പ്, ഏത് ഷേപ്പിലാണോ നെക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു സമയത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ 1.5 ഇഞ്ച് കയ്യലിന് വേണ്ടി വിട്ട ഈ ഭാഗവും കൂടി കൂട്ടി വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ചരിച്ചൊരു കട്ടിങ് കൊടുക്കണം.
അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതായത് നിവർത്തുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് പേപ്പർ പാറ്റേണിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റായിട്ട് ക്ലോത്തിൽ വെച്ച് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്കിനി സ്ലീവ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളിത് മാറ്റുന്നതിന് മുമ്പ് ഈ ഒരു സെൻറ്റർ പോർഷനിൽ ചെറിയൊരു കട്ട് കൊടുക്കണം. തുണിയിൽ മാർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് തുണിയുടെ സെൻറ്റർ പോർഷനും ഈ പേപ്പറിൻ്റെ സെൻറ്റർ പോർഷനും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സ്ലീവ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഷീറ്റ് പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് എടുക്കുന്നത്. അതിൽ ഈ മടക്ക് വരുന്ന ഭാഗം നമ്മൾ എടുക്കുന്ന സ്ലീവ്സിൻ്റെ മടക്ക് വരുന്ന ഒരു ഭാഗത്തുമായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു സ്ലീവ് മാത്രമായിട്ട് മാർക്ക് ചെയ്താൽ മതി. അത് വെച്ച് തന്നെ നമുക്ക് 2 സ്ലീവും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് കൊടുക്കണം. സ്ലീവ്സ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇനി ഇതിന് മേലെയാണ് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നത്. സ്ലീവ്സ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്ന പോർഷനിൽ മാർക്ക് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് ഡോട്ടഡ് ലൈൻ കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് സ്ലീവിൻ്റെ ജോയിനിങ് വരുന്ന, അതായത് കൈക്കുഴി വരുന്ന ഒരു ഭാഗത്തും ഒരു മാർക്കിങ് കൊടുക്കണം. നമ്മൾ നേരത്തെ ബ്ലൗസിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്ത പോലെ തന്നെ ഈ സ്റ്റിച്ചിങ്ങിൽ കൂടി പതിയെ വിരൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കൈ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നമ്മളൊരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ട് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് സ്ലീവിൻ്റെ പോർഷൻ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫ്രണ്ട് സ്ലീവ്, അതായത് ഫ്രണ്ട് പോർഷൻ കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു മാർക്കിങ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ സ്ലീവ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ബ്ലൗസ് ആണെങ്കിൽ ആ ഒരു പോർഷനിൽ കൂടി നമ്മൾ വർക്ക് ചെയ്ത് പോകും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഇത് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് കുഴിച്ച് വെട്ടിക്കൊടുക്കുന്നത്. അതിന് നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ, സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാറ്റി ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക. കുറച്ചിങ്ങോട്ട് നീങ്ങി ഇവിടെയായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഈ പോർഷൻസ് തമ്മിൽ കർവായിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. സ്ലീവിൻ്റെ അറ്റം വരെ നമ്മളിങ്ങനെ ഒരു കർവ് ഷേപ്പിൽ, എന്നിട്ട് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സ്ലീവ്, 2 സ്ലീവും ക്ലോത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിനി ഫ്രണ്ട് ലൈനും കൂടി വേണം. ആരി വർക്ക് ബ്ലൗസ് ആകുമ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ റൈറ്റ് സൈഡിലും കൂടി വർക്ക് ചെയ്യും. അപ്പോൾ ആ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു സിംഗിൾ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഷീറ്റിലേക്ക് നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഹാൻഡ് വർക്ക് വരാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് ക്രോസ് ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. 2 രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രോസ് കട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ബ്ലൗസ് നമ്മൾ ഈ പേപ്പറിന് ക്രോസ് ആയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്.
ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ നെക്ക് ലൈൻ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് നെക്ക് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, എന്നാലേ ഈ കർവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ലൈൻ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ അറ്റം വരെ നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ നമ്മൾ മാർക്ക് ചെയ്ത വശത്തു നിന്ന് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ബാക്കിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇവിടം വരെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഈ പോർഷൻ നമുക്ക് ഹുക്ക് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഹുക്ക് കൊടുക്കാൻ നേരത്ത് നമ്മൾ ഇവിടെയും കൂടി ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റി മാർക്കിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ആം ഹോള് ഇത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഈ സ്റ്റിച്ചിങ്ങിൽ കൂടി മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ച് ഇങ്ങനെ കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ജോയിൻ ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരുന്നത് ഈ മാർക്കിങ്ങിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് നമ്മൾ റഫായിട്ട് വരക്കുന്നതാണ്, കാരണം നമുക്ക് ഈ ഒരു പോർഷനിൽ മാത്രമേ ഹാൻഡ് വർക്ക് വരുന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളിതിൻ്റെ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് നെക്ക് വരുന്ന പോർഷൻ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സ്ലീവ്സും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കോട്ടൺ സിൽക്കിൻ്റെ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഈ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് മേടിക്കുമ്പോൾ റണ്ണിങ് മെറ്റീരിയലാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവർ കട്ട് ചെയ്ത് തരുന്ന ഈ പോർഷനിൽ ഇതുപോലെ നൂലിങ്ങനെ ഇരിക്കും. ഈ ഒരു പോർഷനിൽ എക്സ്ട്രാ വരുന്ന നൂലെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ അറ്റം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടെടുക്കണം. അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യാൻ നേരത്ത് ഇത് അഴിഞ്ഞഴിഞ്ഞ് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു വശം മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ. ഈ വശവും അതുപോലെ തന്നെ നമ്മൾ ഒരു അടിപ്പ് കൊടുത്തിട്ട് എടുക്കണം. ഈ ക്ലോത്ത് നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ മടക്ക് വരുന്ന ഒരു ഭാഗം ഉണ്ടാവും. പിന്നെ ഇപ്പുറേ അറ്റം ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഈ മടക്ക് വരുന്ന ഈ ഭാഗത്താണ് നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ക്ലോത്തിലേക്ക് നിങ്ങൾ പാറ്റേൺ വരച്ചു കൊടുക്കാതെ ഡയറക്റ്റായിട്ട് ബ്ലൗസ് പീസ് വെച്ചാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് ഈ മടക്ക് വരുന്ന ഈ ഭാഗത്തേക്ക് ബ്ലൗസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പേപ്പർ പാറ്റേൺ വരച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിനി ഈ ക്ലോത്ത് ഡബിളായിട്ട് മടക്കിയിടേണ്ട ആവശ്യമില്ല. ഇത് നിവർത്തി നമുക്ക് സിംഗിളായിട്ട് ഇട്ടാൽ മതി. ഇതുപോലെ സിംഗിളായിട്ട് ഇട്ടിട്ട് ഈ മടക്ക് വരുന്ന ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ ഈ കട്ട് ചെയ്ത് ഇവിടെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് നെക്ക് ലൈൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ വെച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഇവിടെ നമുക്ക് താഴെ വേറെ സ്പേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയെടുത്തിട്ടാണ് ഈ പേപ്പർ പാറ്റേണിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ മാർക്കിങ് മാറിപ്പോവാതിരിക്കാൻ, ഈ പേപ്പർ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറാതിരിക്കാൻ വേണ്ടി നമുക്കിതിന് മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ട് ഇത് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് സ്കെയിൽ വെച്ച് തന്നെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു 1/4 ഇഞ്ച്
ഫ്രണ്ടിലേക്ക് ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് തയ്യൽ വരുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ സ്ലീവ്സ് മാർക്ക് ചെയ്തെടുക്കാൻ. ഈ ക്ലോത്ത് ഇങ്ങനെ ഡബിളായിട്ട് മടക്കിയിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയായിട്ട് വേണം നമ്മൾ സ്ലീവ്സ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്ലീവ്സ് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് ഈ അരിക് മടക്കി ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ അറ്റവും ഇതുപോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടായിട്ട് ഇട്ട് കൊടുത്താൽ മതി ക്ലോത്ത്. നമ്മൾ സ്ലീവ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഡയറക്റ്റ് ഇത് ക്ലോത്തിലേക്ക് വെച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലീവ് കറക്റ്റായിട്ട് വെക്കണം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഈ അറ്റത്ത് വെച്ച് നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ തുണി ഇപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് നമുക്കിവിടെ രണ്ടാമത്തെ സ്ലീവും മാർക്ക് ചെയ്തെടുക്കാം. രണ്ടാമത്തെ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സ് രണ്ടും കഴിഞ്ഞു, അതുപോലെ ബാക്ക് പോർഷനും കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാൻ പോകുന്നത്. ഫ്രണ്ട് പോർഷന് നമ്മളിത് വെച്ച് കൊടുക്കാൻ നേരത്ത് നമ്മൾ ഫ്രെയിം ടൈറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തും ഹാൻഡ് വർക്ക് വരണം. പിന്നെ ഇവിടെ ബാക്ക് നെക്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെയും ഫ്രെയിം ടൈറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് തമ്മിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്ലോത്ത് തികയാതെ വന്നാലും എക്സ്ട്രാ പീസ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിവിടെ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഫ്രെയിം ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ ഇത് വെച്ച് നോക്കി കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുവാണ്. ഇതിൻ്റെ 1 ഇഞ്ച് മാറ്റി ഇങ്ങോട്ടൊരു മാർക്കിങ് കൊടുക്കുവാണ്. ഈ ഒരു പോർഷൻ വരെയാണ് ഹാൻഡ് വർക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലൗസ് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ വേണം നമ്മൾ ഹാൻഡ് വർക്ക് ബ്ലൗസ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്ക് പോർഷൻ, ഫ്രണ്ട് പോർഷൻ, 2 സ്ലീവ്സും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ നേരത്ത് ബ്ലൗസിൽ മാർക്കിങ് കൊടുക്കുന്നത്. ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് വർക്ക് വരുന്നതാണെങ്കിൽ നിങ്ങളൊരു ടൈലറിൻ്റെ അടുത്ത് കൊടുത്ത് അളവ് ബ്ലൗസും നമുക്ക് മാർക്ക് ചെയ്യേണ്ട ക്ലോത്തും കൂടി കൊടുത്ത് മാർക്ക് ചെയ്ത് മേടിച്ചിട്ട് വേണം നമ്മൾ കറക്റ്റ് ഹാൻഡ് വർക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ചിലർ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിൽ ഇവിടെയായിട്ട് ടക്കൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ ആ പോർഷനും കൂടി കൂട്ടി വർക്ക് ചെയ്ത് കഴിയുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈലറിൻ്റെ അടുത്ത് കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാനെന്ന് പറഞ്ഞത്. ഇല്ല നമ്മൾ നെക്ക് ലൈൻ മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ബൂട്ടാസ് കൊടുത്ത് നെക്ക് ലൈൻ മാത്രം ഹാൻഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ബ്ലൗസ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൊടുക്കുക. താങ്ക് യു സോ മച്ച്.